ഓപ്പറേഷൻ നുങ്കൂറിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നാണ് പരിശോധിക്കുന്നത്. നുങ്കൂർ കേരളത്തിൽ മാത്രമാണോ? ആണെങ്കിൽ എന്തുകൊണ്ട്? കസ്റ്റംസിന്റെ ഉദ്ദേശം എന്ത്? എങ്ങനെ കേരളത്തിലേക്ക് മാത്രമെത്തി? ഓപ്പറേഷനിൽ കസ്റ്റംസിന് പിഴവ് പറ്റിയോ? തുടങ്ങി നിരവധി ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇന്നിപ്പോൾ വാഹനം പിടിച്ചെടുത്ത കസ്റ്റംസിന്റെ നടപടി ചോദ്യം ചെയ്തുകൊണ്ട് നടൻ ദുൽഖർ സൽമാൻ ഹൈക്കോടതിയെ സമീപിക്കുന്നതുവരെ എത്തി നിൽക്കുകയാണ് കാര്യങ്ങൾ. വാഹന ഇടപാടുമായി ബന്ധപ്പെട്ട കസ്റ്റംസിന്റെ പരിശോധന തുടരുകയാണ്. പരിശോധിക്കാം എന്തൊക്കെയാണ് നടക്കുന്നത്, കസ്റ്റംസ് എന്തൊക്കെയാണ് കണ്ടെത്തുന്നത് എന്നൊക്കെ. ഈ ഓപ്പറേഷൻ തുടക്കത്തിൽ തന്നെ നമുക്കറിയാം കസ്റ്റംസിന്റെ കണ്ടെത്തലുകളായിട്ട് നമുക്കുണ്ടായിരുന്നത് സംസ്ഥാനത്ത് നടത്തിയ പരിശോധന. ഓപ്പറേഷൻ നുങ്കൂറുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയിൽ ഏതാണ്ട് 38ഓളം വാഹനങ്ങൾ കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം പിടിച്ചെടുക്കുന്നു. അതിനുശേഷം അതിൽ പ്രധാനമായിട്ട് ചില കാര്യങ്ങൾ മാത്രമാണ് ഇനി കണ്ടെത്താനുള്ളത്. ഇത് പരിശോധന എവിടെയൊക്കെ നടന്നു എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. കേരളത്തിൽ മാത്രമാണോ ഇത് നടന്നത് എന്ന ചോദ്യങ്ങൾ ഇപ്പോഴും ഉയരുന്നുണ്ട്. കാരണം മറ്റ് സംസ്ഥാനങ്ങളൊന്നും ഇത് നടന്നുവെന്നോ ഇല്ലെങ്കിൽ ഈ 200 വാഹനങ്ങൾ എന്ന് ഇവർ പറയുന്നതിൽ ബാക്കി 38 കഴിഞ്ഞാൽ ബാക്കിയുള്ള വാഹനങ്ങൾ എവിടെ എന്നതിനൊന്നും ഇതുവരെ ഒരു ഉത്തരം നൽകിയിട്ടില്ല. അപ്പൊ എന്തുകൊണ്ട് കസ്റ്റംസ് കേരളത്തിലേക്ക് മാത്രം വന്നു എന്നൊരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. കേരളത്തിലെത്തിയതിനു ശേഷം ഇവരെവിടെയൊക്കെയാണ് പരിശോധന നടത്തിയത്, ആരിൽ നിന്നൊക്കെയാണ് ഇത് പിടിച്ചെടുത്തത് എന്നതിന്റെയൊക്കെ വിശദാംശങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. കുറച്ച് ആളുകളുടെ പേരുകൾ മാത്രം എങ്ങനെ പുറത്തേക്ക് വന്നു? ആ ആളുകളെ മാത്രം കേന്ദ്രീകരിച്ചാണോ ഈ അന്വേഷണം നടന്നിരുന്നത്? ഇവർക്ക് മറ്റ് ഇതുമായി ബന്ധപ്പെട്ട ഇല്ലെങ്കിൽ ഈ ലോബിയുമായി ബന്ധപ്പെട്ട ബന്ധം എന്താണ്? അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇവരുടെ കയ്യിലുണ്ടോ? ഇല്ലെങ്കിൽ ഇവർ നൽകിയിരിക്കുന്ന ഈ പിടിക്കപ്പെട്ടിരിക്കുന്ന ഇവർ പുറത്തു പറഞ്ഞിരിക്കുന്ന പേരുകളിലുള്ള ആളുകൾ കൃത്യമായിട്ടുള്ള രേഖകൾ കസ്റ്റംസിന് കൈമാറിയിട്ടില്ലേ എന്നൊക്കെ ഉള്ള നിരവധി സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതിലിനി പ്രധാനമായി കസ്റ്റംസിനെ സംബന്ധിച്ച് കണ്ടെത്താനുള്ള ചില വിവരങ്ങൾ ഇപ്പോൾ കുണ്ടന്നൂരിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ഒരു ലാൻഡ് ക്രൂയിസിന്റെ ആദ്യ ഉടമയായിട്ടുള്ള മാഹിൻ അൻസാരി, അദ്ദേഹത്തെ കസ്റ്റംസ് ചോദ്യം ചെയ്യും. ഉടൻ കുറച്ചുകൂടി വിവരങ്ങൾ അതിൽ നിന്ന് ലഭ്യമാകും എന്ന് കരുതുന്നു. ഒപ്പം തന്നെ ഈ പിടിച്ചെടുത്ത വാഹനങ്ങളിൽ ഒരെണ്ണത്തിന്റെ ഫസ്റ്റ് ഓണർ ഈ അൻസാരിയാണ്. അതുകൊണ്ട് കുറച്ചുകൂടി നിർണായകമായിട്ടുള്ള അല്ലെങ്കിൽ കേസുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു മൊഴിയെടുക്കലായിരിക്കും അത്. കൂടാതെ കസ്റ്റംസിന്റെ ലിസ്റ്റിലുള്ള നടൻ ദുൽഖർ സൽമാന്റെ 4 വാഹനങ്ങളിൽ 2 വാഹനങ്ങൾ കൂടി കണ്ടെത്താനുണ്ട്. അതിനായിട്ടുള്ള വ്യാപകമായ തെരച്ചിൽ കസ്റ്റംസ് തുടരുകയാണ്. ഈ റെയ്ഡ് വിവരം ചോർന്നതിന്റെ അടിസ്ഥാനത്തിൽ വാഹനങ്ങളൊക്കെ വ്യാപകമായിട്ട് ഒളിപ്പിക്കപ്പെട്ടു എന്നൊക്കെ കസ്റ്റംസിന് ഒരു വിലയിരുത്തലുണ്ട്. ഒപ്പം തന്നെ ഈ അമിത് ചക്കാലക്കലിന്റെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള യാത്രകളൊക്കെ കേന്ദ്രീകരിച്ച് വലിയ അന്വേഷണം വരുന്നു. ആ അന്വേഷണം നിലവിൽ നടക്കുന്നുണ്ട്. ഒപ്പം ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം, അതായത് കസ്റ്റംസ് എത്തിയതിന് തുടക്കത്തിലെ നമ്മൾ പറയുന്നത് പോലെ പലർക്കുമുള്ള സംശയമാണ് കസ്റ്റംസ് എന്തിന് കേരളത്തിലേക്ക് വന്നു എന്നുള്ളത്. അതുപോലെ ഉയരുന്ന മറ്റൊരു ചോദ്യമാണ് അമിത് ഇടനിലക്കാരനാണോ എന്നുള്ളത്. കാരണം തുടക്കത്തിലെ തന്നെ നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട് അമിത് ചക്കാലക്കൽ പറഞ്ഞിരുന്ന ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിന് യാത്രയുമായി ബന്ധപ്പെട്ടില്ലെങ്കിൽ അതിൽ കുറച്ചുകൂടി കംഫർട്ടാണ് ഇത്തരം വാഹനങ്ങളിൽ, അതുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. പല സ്ഥലങ്ങളിലും ചെക്കിംഗ് ഉണ്ടാവാറില്ല, വണ്ടിയിൽ കിടന്നുറങ്ങുന്ന ആളാണ്, അതുകൊണ്ടൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇതിനെ അദ്ദേഹം ന്യായീകരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എവിടെ നിന്ന് ഈ വാഹനം വന്നു എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ട് തുടക്കത്തിലെ ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് ഇദ്ദേഹത്തിന്റെ ഇതുമായിട്ടുള്ള ബന്ധം എവിടുന്ന് വന്നു, ഇദ്ദേഹം എടുത്തിരിക്കുന്ന വാഹനം അത് എത്ര വർഷത്തേതാണ് എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കസ്റ്റംസിനെ സംബന്ധിച്ച് ഒരു വലിയ സംശയത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. യെസ്, അപ്പോൾ എന്തൊക്കെയാണ് അമിത്തിന് ഇതിലുള്ള ബന്ധം എന്നുള്ളതാണ്. അപ്പം ഇടനിലക്കാരനാണോ എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പ്രധാനമായിട്ട് ഈ കോയമ്പത്തൂർ റാക്കറ്റുമായിട്ട് അമിത് ചക്കാലക്കലിന് എന്ത് ബന്ധമാണ് ഉള്ളത് എന്നാണ് കസ്റ്റംസ് അന്വേഷിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അമിത് ദുൽഖർ സൽമാന്റെയോ ഇല്ലെങ്കിൽ പൃഥ്വിരാജിന്റെയോ കാര്യമൊക്കെ എടുക്കുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ ഇവിടെ പിടിക്കപ്പെട്ടിട്ടുള്ള മറ്റ് വണ്ടികളുമായി അവരുടെ ഓണേഴ്സുമായി ബന്ധപ്പെട്ടൊക്കെയാണെങ്കിൽ ഇത് കൈമാറി പല രീതിയിൽ കൈമാറി വന്ന പല ആളുകളിൽ നിന്ന് കൈമാറി വന്നതാണ് എന്ന് മനസ്സിലാക്കുന്നു. ഡയറക്റ്റ് കോണ്ടാക്ട് അല്ല എന്നൊക്കെയുള്ള വിവരങ്ങളാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ അമിത് ചക്കാലക്കലിന്റെ കേസിൽ ഒരു ബന്ധമുണ്ട്, ഡയറക്റ്റ് കോണ്ടാക്ടിന്റെ ഇല്ലെങ്കിൽ നേരിട്ട് ഈ പറയുന്ന ആളുകളുമായിട്ട് ഈ വണ്ടി എത്തിച്ച ആളുകളുമായിട്ടുള്ള ബന്ധമുണ്ട് എന്നൊക്കെയുള്ള സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് തോന്നുന്നു. ആ രീതിയിൽ കസ്റ്റംസ് അമിത് ചക്കാലക്കലിന് ഈ കോയമ്പത്തൂർ ഗ്യാങ്ങുമായിട്ടുള്ള ബന്ധം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വിദേശത്തു നിന്ന് ഈ ആഡംബര വാഹനങ്ങൾ എത്തിച്ചു നൽകുന്നതിൽ
അമിത്തിന് പങ്കുണ്ടോ എന്നൊരു സംശയം കൂടി കസ്റ്റംസ് ഉണ്ട്. കസ്റ്റംസ് അത് പ്രധാനമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്. അമിത് പല തവണയായിട്ട് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് നടത്തിയ യാത്ര കോയമ്പത്തൂർ റാക്കറ്റിലെ അംഗങ്ങളെ കാണാൻ വേണ്ടിയായിരുന്നു എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ കസ്റ്റംസിന്റെ ഉദ്യോഗസ്ഥരുള്ളത്. അമിത് നടത്തിയ വിദേശ യാത്രയും നടന്റെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് അതും സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അത് കസ്റ്റംസ് മാത്രമല്ല, മറ്റ് കേന്ദ്ര ഏജൻസികൾ കൂടി അതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഭൂട്ടാനിൽ നിന്ന് വാഹനങ്ങൾ എത്തിക്കുന്നതിലെ മുഖ്യ ഇടനിലക്കാരനായിട്ട് അമിത് കേരളത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നതിൽ വ്യക്തത വരുത്തുകയാണ് ലക്ഷ്യം. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഈ സെലിബ്രിറ്റീസിന്, പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ നിന്നുള്ള അല്ലെങ്കിൽ ബിസിനസ്സുകാരായിട്ടുള്ള സെലിബ്രിറ്റീസിന് വാഹനം എത്തിച്ചു നൽകുന്നതിൽ അമിത്തിനുള്ള പങ്ക് എന്ന രീതിയിൽ ഒരു അന്വേഷണം കൂടി നടത്തുന്നുണ്ട്. അത് എത്തിച്ചു നൽകിയിരിക്കുന്ന ആൾ അമിതാണോ എന്ന സംശയത്തിൽ കൂടിയുള്ള അന്വേഷണമാണ് നടത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഭൂട്ടാനിൽ നിന്ന് കടത്തിയെന്ന് സംശയിക്കുന്ന 8 വാഹനങ്ങളാണ് കസ്റ്റംസ് അമിത്തിന്റെ ഗാരേജിൽ നിന്ന് പിടികൂടിയിട്ടുള്ളത്. അപ്പം തുടക്കത്തിലെ നമ്മൾ വിചാരിച്ചത് ഒരു വാഹനമോ അല്ലെങ്കിൽ 2 വാഹനമോ ഒക്കെ ആയിരിക്കും എന്നൊക്കെയായിരുന്നു. പക്ഷേ ഏതാണ്ട് 8ഓളം വാഹനങ്ങൾ പിടികൂടിയിട്ടുണ്ട്. അപ്പം ഈ 8ഓളം വാഹനങ്ങൾ അമിത് തന്നെ വാങ്ങിയതാണോ, ആർക്കെങ്കിലും കൊടുക്കാൻ കൈമാറാൻ വേണ്ടി എത്തിച്ചതാണോ, ഇല്ലെങ്കിൽ ഈ ഡീലുമായി ബന്ധപ്പെട്ട് ഈ കോയമ്പത്തൂർ ഗ്യാങ്ങുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളായതുകൊണ്ട് ഈ ഗ്യാരേജിൽ സൂക്ഷിക്കുന്നതാണോ, അങ്ങനെ പല സംശയങ്ങളും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അമിത്തിന് ഈ കേസുമായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഡീലുകളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പ്രധാനമായി കസ്റ്റംസ് അന്വേഷിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ഗ്യാരേജിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന അമിത്തിന്റെ 8 വാഹനങ്ങൾ, ഇതിൽ ഒരെണ്ണം മാത്രമാണ് തന്റേതെന്നും ബാക്കിയുള്ളവ തന്റെ ഗ്യാരേജിൽ മോടി പിടിപ്പിക്കാൻ കൊണ്ടുവന്നതാണ് എന്നുമാണ് അമിത് പ്രതികരിച്ചത്. അപ്പം ഈ വാഹനം മോടി പിടിപ്പിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ കോഴിക്കോട് നമുക്കറിയാം അന്ന് പരിശോധന നടന്നിട്ടുള്ള ഈ വാഹനം മോടി പിടിപ്പിക്കുന്ന ഒരു ഷോറൂമിലാണ്. അപ്പം അത്തരത്തിൽ മോടി പിടിപ്പിക്കുന്ന ഒരാളാണെങ്കിൽ ഇത് ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുവന്ന്, ഇല്ലെങ്കിൽ ഈ കോയമ്പത്തൂർ ഗ്യാങ്ങുമായി ബന്ധപ്പെട്ട് ഇത് കൊണ്ടുവന്ന് ഇവിടെ മോടി പിടിപ്പിച്ച് സെലിബ്രിറ്റീസിനോ ഇല്ലെങ്കിൽ ആവശ്യമുള്ളവർക്കോ കുറച്ചുകൂടി വാഹനങ്ങളുമായി ക്രേസുള്ള ആളുകൾക്കോ അതിൽ കുറച്ചുകൂടി താല്പര്യമുള്ള ആളുകൾക്കൊക്കെ കൊടുക്കുന്നതിൽ എന്താണ് പ്രശ്നമെന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നും. ഒരു പക്ഷേ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം തന്നെയായിരിക്കും കസ്റ്റംസും നടത്തുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ചില വാഹനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏത് ഈ 8 അമിത് ചക്കാലക്കലിന്റെ ഗാരേജിൽ നിന്ന് എടുത്തിരിക്കുന്ന ഈ 8 വാഹനങ്ങൾ ഇതിന്റെ റീ രജിസ്ട്രേഷൻ നടപടികളിലേക്ക് കടന്നിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ അമിത് ചക്കാലക്കലിന് ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് വാഹനങ്ങൾ കടത്തിയ ഈ ഇടനിലക്കാരുമായിട്ടൊക്കെ ബന്ധമുണ്ട് എന്നൊരു നിഗമനത്തിലേക്ക് കസ്റ്റംസ് എത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇത്രയധികം തെളിവുകൾ കസ്റ്റംസിന്റെ കയ്യിലുണ്ട്. ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വാഹനങ്ങൾ കടത്തുന്ന സംഘങ്ങളിൽ ഈ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചുള്ള സംഘത്തെ കഴിഞ്ഞ വർഷം കസ്റ്റംസ് പിടികൂടിയിരുന്നു എന്നാണ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതിന്റെ പിന്നാലെയാണ് ഈ അമിത്തിന്റെ ഗാരേജിലടക്കം പരിശോധന നടത്തുകയും ഈ രേഖകൾ പരിശോധിക്കുകയും ചെയ്തിരുന്നത്. ഇനി അറിയേണ്ടത്, ഇപ്പൊ ദുൽഖർ സൽമാൻ ആണെങ്കിലും ഈ വണ്ടി കൊടുത്തിരിക്കുന്നത് അമിതാണോ എന്നതുകൂടി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ആണെങ്കിൽ അതിൽ ദുൽഖർ നിരപരാധിയാണ്, കാരണം അവർക്കറിയില്ല എങ്ങനെയാണ് ഇത് കൊണ്ടുവന്നത് എന്നൊന്നും. പക്ഷേ അമിത്തിന് അതിലുള്ള പങ്കെന്താണ് എന്നതുകൂടി അന്വേഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. മറ്റൊന്ന്, ഈ കഴിഞ്ഞ ദിവസം നടത്തിയ റെയ്ഡിന് ശേഷം അമിതിനെ കസ്റ്റംസ് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു, ഇല്ലെങ്കിൽ മൊഴിയെടുത്തു എന്നൊക്കെയുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമായിരുന്നു. അമിത് ചക്കാലക്കലിനെ വീണ്ടും ചോദ്യം ചെയ്തേക്കും എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. കാരണം കൂടുതൽ വിവരങ്ങൾ ഇദ്ദേഹത്തിന് അറിയാം. ഇദ്ദേഹം അന്ന് നമ്മളോട് പ്രതികരിച്ച്, മാധ്യമങ്ങളോട് പ്രതികരിച്ച രീതിയൊക്കെ നമ്മൾ കണ്ടതാണ്. കുറച്ചുകൂടി എന്താ പറയാ, മറ്റാരും ഇതിൽ പ്രതികരണമൊന്നുമായിട്ട് വന്നിട്ടില്ല. അപ്പൊ അമിത് ചക്കാലക്കൽ ഇതിൽ കൂടുതൽ പ്രതികരിക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നതെന്ന് സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു അപാകത അന്ന് മുതൽ തന്നെ കസ്റ്റംസ് നോട്ട് ചെയ്തിട്ടുണ്ടാവാം എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം ഈ വാഹനക്കടത്ത് റാക്കറ്റുമായി ബന്ധമുണ്ട് എന്ന സംശയം തന്നെയാണ് അമിതിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ ഉള്ളതിലേക്ക് കസ്റ്റംസിനെ കൊണ്ടുപോയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം ഗുരുതരമായിട്ടുള്ള മറ്റൊരു വിഷയം, ഇതിൽ ലഹരിയും സ്വർണവും കടത്തി എന്നുള്ള ആരോപണമാണ്. അതായത് ദേശസുരക്ഷയെ ബാധിക്കുന്നത് എങ്ങനെ എന്നൊരു ചോദ്യം. അന്ന് നമുക്കറിയാം കസ്റ്റംസിന്റെ ഓഫീസർ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ബ്രീഫ് ചെയ്യുന്ന സമയത്ത് ദേശസുരക്ഷയെ ബാധിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓപ്പറേഷൻ നുങ്കൂറുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഈ കസ്റ്റംസിൽ നിന്ന് ദേശീയ അന്വേഷണ ഏജൻസി തേടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം ദേശീയ അന്വേഷണ ഏജൻസികൾ, അത് INA യും ഒപ്പം തന്നെ
ഇഡിയും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ തേടുമ്പോൾ ഒന്ന് സാമ്പത്തികമായിട്ട് എന്ത് സംഭവിക്കുന്നു ഇവർക്ക് ഇടയിൽ എന്നുള്ളത്, ഈ വണ്ടിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ മറ്റൊന്ന് ഇതിൽ ഇത്തരത്തിലുള്ള കടത്ത് സംഭവിച്ചിട്ടുണ്ട് ഉണ്ടെങ്കിൽ തന്നെ അത് രാജ്യസുരക്ഷയെ ബാധിക്കുന്നതല്ലേ എന്നൊക്കെയുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ കൂടി കൂടുതൽ അന്വേഷണം ഊർജിതമാക്കാൻ വേണ്ടിയാണ് ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ എല്ലാം കേരളത്തിലേക്ക് വിടുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഈ ദേശസുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങൾ ഉണ്ട് എന്ന് എങ്ങനെ കണ്ടെത്തി കസ്റ്റംസ് എന്നൊരു ചോദ്യമുണ്ട്. വാഹനക്കടത്തിന്റെ മറവിൽ ലഹരിക്കടത്തും സ്വർണ്ണക്കടത്തും ഉണ്ടെന്നുള്ള സംശയം പറയുമ്പോൾ അത് കുറച്ചുകൂടി വ്യക്തമാക്കേണ്ടതും അവരുടെ ഉത്തരവാദിത്തമാണ്. ദുൽഖറിനെ വേട്ടയാടുന്നു എന്നാണ്. ഇപ്പം നമുക്കറിയാം, ദുൽഖറിന്റെ ഒരുപാട് ഫാൻസ് ഉള്ള ഒരു സ്റ്റേറ്റിൽ ഇത്തരത്തിലൊരു റെയ്ഡ് നടക്കുമ്പോൾ, ഇല്ലെങ്കിൽ ഇങ്ങനെ വാഹനങ്ങൾ പിടിച്ചെടുക്കുമ്പോൾ അത് വേട്ടയാടലാണോ എന്ന് തോന്നിപ്പിക്കുന്നത് സ്വാഭാവികമാണ്. അങ്ങനെ തോന്നിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് എന്നുള്ളതാണ്. ഇന്നത്തെ ഹർജിയിലെ പ്രധാന വാദങ്ങൾ മാത്രം കണ്ടു കഴിഞ്ഞാൽ അത് അങ്ങനെയാണ് എന്ന് തന്നെ നമുക്ക് തോന്നും. ഒന്നാമത്തേത്, കസ്റ്റംസ് പിടിച്ചെടുത്ത വാഹനം തിരികെ കിട്ടണം. 2004 മോഡൽ ലാൻഡ് റോവർ ഡിഫൻഡർ കൊണ്ടുവന്നത് വിദേശത്തു നിന്നാണ്. റെഡ് ക്രോസ് ഉപയോഗിച്ചിരുന്ന വാഹനമാണ്. 2020 വാഹനം വാങ്ങിയത് എല്ലാ രേഖകളും സഹിതമാണ്. മുന്നുടമകൾ കസ്റ്റംസ് ഡ്യൂട്ടി അടച്ചിരുന്നു. പണമിടപാടുകൾ നടത്തിയത് ബാങ്ക് വഴിയാണ്. രേഖകൾ പരിശോധിക്കാൻ കസ്റ്റംസ് തയ്യാറായില്ല. വാഹനം കസ്റ്റഡിയിൽ കിടന്ന് നശിക്കാൻ സാധ്യത. ഇത്രയും കാര്യങ്ങളാണ് ഹർജിയിൽ ഉണ്ടായിരുന്നത്. ഇന്നാണ് ഈ ഓപ്പറേഷൻ നുങ്കൂറിൽ വാഹനം പിടിച്ചെടുത്ത കസ്റ്റംസിന്റെ ഈ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് ദുൽഖർ ഹൈക്കോടതിയിലെത്തിയത്. അതിന്റെ രേഖകൾ പരിശോധിക്കാതെ പിടിച്ചെടുത്ത വാഹനം തിരികെ കിട്ടണം എന്നാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. അപ്പം എന്തൊക്കെയാണ് ഇന്ന് കോടതിയിൽ നടന്നത് എന്നതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. അഹമ്മദ് മുസ്തഫ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മുസ്തഫ, ഇന്നാണ് ഇത്ര ദിവസമായിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കസ്റ്റംസിന്റെ ഭാഗത്തു നിന്ന്. പക്ഷേ ഇന്ന് ദുൽഖർ ഹൈക്കോടതിയിലേക്ക് എത്തുമ്പോഴാണ് നിരവധി ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത്രയും കാര്യങ്ങൾ അദ്ദേഹം എണ്ണി പറയുന്നുണ്ട് ഹർജിയിൽ. അപ്പം സ്വാഭാവികമായിട്ടും ഇതിൽ കോടതി ഇന്നിപ്പോൾ കസ്റ്റംസിനോട് വിശദീകരണം തേടിയിട്ടുണ്ട്. പക്ഷേ ഇത്രയും രേഖകൾ ഉണ്ടായിട്ടും ഹാജരാക്കിയിട്ടും എന്തുകൊണ്ട് ഈ കാര്യത്തിലൊന്നും ഒരു കൃത്യത ഇല്ലെങ്കിൽ ഒരു വ്യക്തത വരുത്താൻ കസ്റ്റംസിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. രേഖകൾ ഉണ്ടായിട്ടും എങ്ങനെയാണ് ഈ അവരുടെ നോട്ടപ്പുള്ളി അല്ലെങ്കിൽ ആ പ്രതി പട്ടികയിലേക്കൊക്കെ ദുൽഖർ വരുന്നത് എന്നൊരു സ്വാഭാവികമായിട്ടുള്ള സംശയം വരില്ലേ? ഇന്ന് ദുൽഖർ സൽമാൻ ഹൈക്കോടതിയെ സമീപിച്ച ഒരു ഹർജി നൽകിയത് ഏറ്റവും പ്രധാനപ്പെട്ട 2-3 പോയിന്റുകൾ തന്നെ സൂചിപ്പിച്ചതുപോലെ ഉന്നയിച്ചുകൊണ്ടാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ദുൽഖർ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്, തന്റെ പ്രതിനിധികൾ ഈ വാഹന പരിശോധന സമയത്ത് തന്റെ പ്രതിനിധികൾ ബന്ധപ്പെട്ട രേഖകൾ കൈമാറിയിരുന്നു. അത് പരിശോധിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷെ ആ രേഖകൾ പരിശോധിച്ച് ഉറപ്പുവരുത്തി ഇത് നിയമ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ഇറക്കുമതി ചെയ്ത വാഹനമാണ് എന്നത് കണക്കിലെടുക്കാതെ അല്ലെങ്കിൽ ആ വസ്തുതകൾ പരിഗണിക്കാതെ തന്റെ വാഹനം പിടിച്ചുകൊണ്ടുപോയി. അത് സ്വാഭാവികമായും ഒരു അവകാശ ലംഘനമാണ്. മാത്രമല്ല തന്നെ ഒരു സംശയത്തിന് നിലനിർത്തുന്നത് കൂടിയാണ് ഇത്തരത്തിലുള്ളൊരു സമീപനം എന്ന് കൃത്യമായി തന്നെ ദുൽഖർ സൽമാൻ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ഉന്നയിക്കുന്നുണ്ട്. അതിൽ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ 2020 മാർച്ച് മാസത്തിലാണ് ഈ വാഹനം ദുൽഖർ കൈവശപ്പെടുത്തുന്നത്. അത് നേരത്തെ തന്നെ റെഡ് ക്രോസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ അവർ ഉപയോഗിച്ചിരുന്ന ഒരു വാഹനമാണ്. സ്വാഭാവികമായും അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇറക്കിക്കൊണ്ടുവന്നൊരു വാഹനം തന്റെ കൈവശം അതുമായി ബന്ധപ്പെട്ട രേഖകളുണ്ട്. ആ രേഖകൾ പരിശോധിക്കാതെ ഒരു വാഹനം കസ്റ്റഡിയിൽ എടുക്കുക എന്ന് പറയുന്നത് തീർത്തും നിയമവിരുദ്ധമാണ്, അല്ലെങ്കിൽ നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം. രണ്ടാമത്തെ ഒരു കാര്യം, ഈ മാധ്യമങ്ങൾ ഒരു സംശയത്തിന്റെ നിഴലിൽ ഇങ്ങനെ ഒരു റെയ്ഡ് നടത്തുകയും ഒരു ഏകപക്ഷീയമായ റെയ്ഡ് നടത്തുകയും അതിനനുബന്ധിച്ച് മാധ്യമങ്ങളിൽ ഈ വാർത്ത വരികയും ചെയ്യുന്നു. ആ വാർത്തകൾ വന്നതിന് ശേഷവും ചില ഉദ്യോഗസ്ഥർ, നേരത്തെ തന്നെ സൂചിപ്പിച്ചതിൽ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് പറഞ്ഞ ചില കാര്യങ്ങൾ, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒക്കെ ഇത്തരം വാഹനങ്ങൾ, അത് ഈ ദുൽഖറിന്റെ വാഹനം മാത്രമല്ല, പർട്ടിക്കുലർ അതിന് മാത്രം ഫോക്കസ് ചെയ്തിട്ടല്ല, മറിച്ച് എല്ലാ വാഹനങ്ങളുടെ കാര്യത്തിലുമാണ് അത് പറഞ്ഞത്. പക്ഷേ തന്നെ കൂടി ഇത്തരത്തിൽ മയക്കുമരുന്ന്, കള്ളക്കടത്ത്, സ്വർണ്ണക്കടത്ത്, അതോടൊപ്പം തന്നെ ഈ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ, ഇത്തരം പ്രവർത്തനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന രൂപത്തിൽ ചില സംശയങ്ങൾ ജനിപ്പിക്കുന്ന രൂപത്തിലേക്ക് അത്തരം മാധ്യമങ്ങൾക്ക് ഈ വിവരങ്ങൾ പങ്കുവെക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് തനിക്കേറ്റ അഭിമാനക്ഷതമാണ്, അല്ലെങ്കിൽ തന്നെ കൂടി സംശയ നിഴലിൽ നിർത്തുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ കസ്റ്റംസിന്റെ നടപടിക്രമങ്ങൾ റദ്ദാക്കണം എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മാത്രമല്ല ഇതെല്ലാം കൂടി ഉൾപ്പെടുമ്പോൾ ദുൽഖർ കോടതിയിൽ ഉന്നയിക്കുന്ന ഒരു വാദം, നിയമവിരുദ്ധമായി കസ്റ്റംസ് ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ തന്റെ വാഹനം ആ ഗാരേജിൽ കടന്ന് അല്ലെങ്കിൽ കസ്റ്റംസിന്റെ കസ്റ്റഡിയിൽ കടന്ന് നശിക്കാനുള്ള ഒരു സാധ്യത അവിടെ കസ്റ്റംസ് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം ആ അന്വേഷണത്തിലെ വിശ്വാസ്യതയെ കൂടിയാണ് അത് ബാധിക്കുന്നത്. അപ്പം എങ്ങനെയായിരിക്കും ഇതിലൊരു ക്ലാരിറ്റി, ദുൽഖർ സൽമാന്റെ കാര്യത്തിൽ മാത്രം ഒരു ക്ലാരിറ്റി കോടതിയിൽ വരുത്തുക, അതെന്നായിരിക്കും?
സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ദുൽഖർ സൽമാൻ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അതിന്റെ ഒരു വിശദീകരണവും മറുപടിയും കസ്റ്റംസിനോട് ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട്. അത് 3 ദിവസത്തെ ഒരു വിശദീകരണത്തിനുള്ള സമയം നൽകിയിട്ടുണ്ട്. ചൊവ്വാഴ്ചയാണ് ഈ വിഷയം പരിഗണിക്കുക. ചൊവ്വാഴ്ച പരിഗണിക്കുമ്പോൾ എന്തുകൊണ്ടാണ് റെയ്ഡ് നടത്തിയത്, എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, മാത്രമല്ല ഇപ്പോൾ ദുൽഖറിന് തന്നെ 4 വാഹനങ്ങളിൽ ഏതൊക്കെ ചില വാഹനങ്ങൾ ഇത്തരത്തിലുള്ള റഡാറിലുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഒരു സൂചന നൽകിയിരുന്നു. അത് മറ്റു പല വാഹനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഇതിന്റെ നേരത്തെയുള്ള ഉടമകൾ അല്ലെങ്കിൽ അത് ഇറക്കുമതി ചെയ്തതിൽ നടപടിക്രമങ്ങൾ അതൊക്കെ ഇനി തെളിയിക്കേണ്ടത് ഇത്തരം ആളുകളാണ് എന്നതുകൊണ്ട് തന്നെ അത് നേരത്തെ തന്നെ കോടതിയിൽ ചോദ്യം ചെയ്യുക എന്നുള്ളത് കൂടിയാണ് ദുൽഖർ ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായും ഈ വിശദീകരണം നൽകേണ്ട ബാധ്യത കസ്റ്റംസിനാണ്. അവർ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ, എന്തുകൊണ്ടാണ് റെയ്ഡ്, ഏതൊക്കെ കാര്യങ്ങളിലാണ് അവർക്ക് സംശയമുള്ളത്, എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിട്ടുള്ള ഒരു റെയ്ഡ് നടത്തുമ്പോൾ സ്വീകരിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ, മാത്രമല്ല ഈ ഉന്നയിക്കപ്പെട്ട കാര്യങ്ങളിൽ അവർക്ക് പറയാനുള്ളത് എന്താണ്, ഇത്തരം കാര്യങ്ങളൊക്കെ കോടതിയിൽ വിശദീകരിക്കേണ്ടി വരും. എന്തായാലും ഒരു പ്രാഥമിക നടപടി എന്നുള്ള നിലയ്ക്ക് ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ചയാണ്. ഈ ദിവസം ഒരു ടുഡേ മൂവ് മാറ്ററായി ഇത് എടുക്കുമ്പോൾ ഇൻസ്ട്രക്ഷൻ ചോദിക്കുക അത് സ്വാഭാവിക നടപടിക്രമമാണ്. അതിനുശേഷം ഇനി ചൊവ്വാഴ്ചയാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകുക. കോടതി അന്നാണ് ഈ വിഷയത്തിൽ വാദം കേൾക്കുക. ശരി മുസ്തഫ, താങ്ക് യു.